ഹായ്, സൂരജ് ടോമിൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ സിനിമയായിരുന്നു വിശേഷം എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ആനന്ദ് മധുസൂദനൻ അതുപോലെ തന്നെ ചിന്നു ചാന്ദിനിയൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് ഷിജു എന്നുള്ളതാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അദ്ദേഹം ഒരു വിവാഹം കഴിച്ചത് തൊട്ടുപുറകെ തന്നെ ഡൈവോഴ്സും ആയി എന്നുള്ളതാണ് അവസ്ഥ എന്നുള്ളത്. അതായത് കല്യാണം കഴിച്ചു, ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് തന്നെ പെണ്ണ് ഒളിച്ചോടി. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് മറ്റൊരു സ്ത്രീയും കൂടി എത്തുകയാണ്. ശേഷം ഇവരുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സംഭവവികാസങ്ങളൊക്കെയാണ് ഏകദേശം സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥാപരിസരം എന്ന് പറയാൻ സാധിക്കും. അതും അത്യാവശ്യം കുടുംബ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലൂടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലൂടെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മേ ബി ഒരുപാട് ആളുകൾക്കിടയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. സോ അത്യാവശ്യം ഫാമിലി പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുന്ന ഒരു കഥയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. കൂടാതെ പെർഫോമൻസ് വൈസിൽ സിനിമ അത്യാവശ്യം ഓക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ചിന്നു ചാന്ദിനി ആകട്ടെ, അതുപോലെ തന്നെ ഒരു പുതുമുഖ ആളാണ് ഈ ഒരു ഹീറോ ആയിട്ട്, അല്ലെങ്കിൽ ഷിജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആനന്ദ് മധുസൂദനൻ. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ കഥയും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം തുടക്കത്തിലൊന്നും അത്രയും കൺവീൻസിങ് ആയി തോന്നിയില്ല. ഒരു പ്രത്യേകതര ക്യാരക്ടറാണ്, കുറച്ച് സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള ഒരു കഥാപാത്രമാണ്. അതായത് ഓൺലൈനിൽ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ആളാണ്, എന്നാൽ സ്വന്തം കാര്യത്തിൽ വലിയ മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അത്തരത്തിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. തുടക്കത്തിലൊക്കെ കുറച്ച് അസ്വാഭാവികമായിട്ട് തോന്നി, പക്ഷേ മുമ്പോട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നൈസായിട്ട് തന്നെയാണ് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബൈജു ജോൺസൺ ഉണ്ട്, അതുപോലെ തന്നെ അൽത്താഫ് ഉണ്ട്. ഇവരുടെയൊക്കെ പ്രകടനം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകടനങ്ങളും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഇതിലും ആ ചിന്നു ചാന്ദിനി ആ ഒരു ആക്ട്രസിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്ട്രസിൻ്റെ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് കുറച്ച് ഇമോഷൻസ് ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ടെക്നിക്കലി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ തന്നെ അത്യാവശ്യം ഒക്കെ ആയിരുന്നു. അതിലും ആ BGM സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു മാരക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് ഇതിൻ്റെ സബ്ജക്റ്റിനുള്ളിൽ എടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പും കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. മലയാള സിനിമയിലൂടെ തന്നെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പക്കാ ഇൻറ്റൻസീവായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകന് എത്തിയിട്ടുണ്ടായിരുന്നു എന്നും എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. മൊത്തത്തിൽ നോക്കിക്കാണുമ്പോഴത്തേക്കും ഏകദേശം 2.5 മണിക്കൂർ പോകുന്നൊരു സിനിമയാണ്. ഒരു കുടുംബ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കുറച്ച് സംഭവങ്ങൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്കാണ് ഞാൻ ഈ ഒരു സിനിമ റെക്കമെൻഡ് ചെയ്യുന്നത്. അവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തിൽ കുറച്ചുകൂടി ഇമോഷൻസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത്, അതും 2.25 മണിക്കൂർ എന്നുള്ളത് ഒരു ഷോർട്ടാക്കി ഒരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ ട്രിം ചെയ്തിട്ട് കൂടി അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞു ഒരു കുടുംബ ചിത്രമാണ് എന്നും പറഞ്ഞ് ഈ ഒരു സിനിമ അങ്ങ് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവം അല്ല ഇതിനുള്ളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടോപ്പിക് എന്നുള്ളത് അത്യാവശ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കപ്പിൾസിനൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. അത്തരത്തിലുള്ള ഒരു കഥാപരിസരമാണുള്ളത്. സോ അത്തരത്തിലുള്ള മെച്യൂർഡായിട്ടുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഇരുന്ന് കാണാനും കൂടി ഒന്ന് ശ്രമിക്കുക. ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ടാറ്റ.